നമസ്കാരം. ഗതിയില്ലത് ജീവിതം എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്നാൽ ചുരുക്കം ചില കുടുംബങ്ങളിൽ ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രശ്നപരിഹാരം നടത്തുക എന്നുള്ളതാണ് ഗതിയില്ലത് ജീവിതം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗതിയില്ലത് ജീവിതം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് മാർഗനിർദ്ദേശം നൽകുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ജഡ്ജസിനെ ഞാൻ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. ശ്രീ LP ഹരിശ്ചന്ദ്രൻ സാർ, സ്വാഗതം സാർ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. കാരണം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന നമ്മുടെ ഈ സമൂഹം ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളെ മാതൃകയാക്കേണ്ടതാണ്. അടുത്തതായി ഒരു സാമൂഹ്യ പ്രവർത്തകൻ, കവി, വാഗ്മി, ഗാനരചയിതാവ് എന്നുള്ള നിലകളിലും അതിലുപരി തത്വശാസ്ത്രത്തിൽ 3 പ്രബന്ധങ്ങൾ, ലോകപ്രശസ്തമായ 3 പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, മിസ്റ്റർ ചപ്പു. സ്വാഗതം ചപ്പു. എന്തൊക്കെയുണ്ട് വിശേഷം ചപ്പു? ചപ്പു അല്ല, പിന്നെ VH അപ്പു. ഞാൻ ഇടയ്ക്ക് കുത്തിടാൻ മറന്നുപോയി. ഇങ്ങനെ ഇട്ട് കുത്തരുത് ഒരു മനുഷ്യനെ കേട്ടോ. അല്ല, പക്ഷേ ചപ്പു എന്നുള്ള ഫിഗർ പറ്റിയത് ചപ്പു എന്നുള്ള പേര് തന്നെ. ഞാൻ അങ്ങോട്ട് വരാം. കേട്ടായിരുന്നോ? ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബ മഹിമയെ കുറിച്ച് പറയേണ്ടി വേണ്ട. പക്ഷേ ഇത് സ്ത്രീ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക് വരാം. ഞാൻ പോവാ. അല്ല, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നും പറഞ്ഞ ശരിയല്ല. അതാണ്. അതെന്താ സാറേ ശരിയാത്ത? ഭാര്യ ശരിയല്ല, അതാണ്. ഇനി കുടുംബത്തെ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നുണ്ടല്ലോ 1500 രൂപ തച്ചേരാന്ന് പറഞ്ഞ് പണിക്ക് എന്നെ വിളിച്ചത്. എന്നിട്ട് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇവിടെ വന്നിരിക്കണമെന്നും പറഞ്ഞ് പാൻറ്റും ഷർട്ടും ഒടിയിച്ച് വന്നപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ആരുമില്ലല്ലോ അച്ഛനെ പറ്റി പറയുമ്പോ ഭാര്യയെ പറ്റി പറയാൻ ഒരു ഇതും ഇല്ലല്ലേ? എല്ലാം കണക്കാണ്. നല്ല ഒരാളും ഇല്ല. ഹരിചന്ദ്രൻ എന്നല്ലേ പേര്? അതെ. കൂടുതൽ എല്ലാം മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ ഡബിൾ MA ആണ്. പണി ഇതെന്തുവാ ഇത്? ഉളിയും കൊട്ടുപടിയും ചുറ്റികയൊക്കെ പണി പിന്നെ തുടങ്ങണ്ടേ? അയ്യോ, എന്തോന്ന് സാറേ ഇത്? അതല്ലെന്ന് അതിനല്ലോ വിളിച്ചത്. അല്ല, എനിക്ക് നിങ്ങൾ ഇതിനെ ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ആള് സാർ ഇവിടുത്തെ ജഡ്ജായിട്ടാണ്, ഉപദേശകനായിട്ടാണ് സാറിനെ വിളിച്ചിരിക്കുന്നത്. തച്ച് കിട്ടുവോ? തച്ചൊപ്പിക്കോ? എന്നാ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് തച്ച് പഠിക്കുമ്പോൾ എന്തെങ്കിലും പണി എടുക്കണം. ഞാനപ്പോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും ഇവിടെ. കുഴപ്പമില്ല. എന്തോ ചെയ്യാനാ? എന്തെങ്കിലും കുഴപ്പമില്ല. പണി നടക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും തുടങ്ങിക്കോട്ടെ. നമസ്കാരം. ഗതിയില്ലത് ജീവിതം എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഓലകെട്ടി സ്വദേശിനി ജഗതയാണ്. ജഗതയുടെ പ്രൊഫൈലിലേക്ക്. ജഗതയുടെ പ്രൊഫൈലാണ്. ഒരു പെണ്ണിന് ഈ ലോകത്ത് ഈ അവസ്ഥ ഉണ്ടാവില്ല. അറിഞ്ഞോ അങ്ങേർക്ക് പെണ്ണ് വേണ്ടത്? എങ്ങനെ സഹിക്കുന്നത്? നിങ്ങൾ എന്ന് പറ.
നിർത്തി കളഞ്ഞല്ലോ. നല്ല കോമഡി ആയിരുന്നു. നല്ല രസമായിട്ട് വരികയായിരുന്നു. സാറേ ഇത് കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഷോയാണ്. വിളി തീർപ്പ് ഇന്ന് കൽപ്പിച്ചിട്ടേ വിടുള്ളൂ. ജഗത ഇന്ന് ഈ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം ജഗത. ജഗത ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഇത് കരയും വേണ്ട. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് പരിഹാരം കണ്ടെത്തും. ഇരുന്നോളൂ. ജഗതാ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഇന്ന് തീർത്ത വിടുള്ളൂ കേട്ടോ. ഒന്നുമില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ജഗത, എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിക്കുള്ള ഒരു പരിഹാരം ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഉപദേഷ്ടാക്കളോട് തുറന്നു പറഞ്ഞോളൂ. മാഡം, എനിക്കാരുമില്ല മാഡം. ഞാൻ ഒറ്റയ്ക്കാണ് മാഡം. ഒരു ഭർത്താവുണ്ട്. വർഷത്തിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വരും. ആളൊഴിഞ്ഞൊരു ഓണം കയറാൻ മൂലയില് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ പോലും ഞാൻ അറിയൂല. ഒറ്റയ്ക്കൊരു പെണ്ണീ സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യം സാർ കേട്ടോ സാർ? ഒറ്റയ്ക്കൊരു പെണ്ണ് ഒരു ഓണം കേറാ മൂലയില് ആരെങ്കിലും അർദ്ധരാത്രി കേറി വന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. സാർ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? അല്ല, അപ്പൊ ഇത് ചോദ്യമാണോ അതോ ക്ഷണമാണോ എന്നറിയാതെ ഞാൻ എന്നാ പറയാനായി. ജഗത പറഞ്ഞോളൂ. ജഗത, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറയൂ. പല രാത്രികളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് പട്ടിണിയിലാണ്. എന്റെ കൊച്ചു പല ദിവസങ്ങളിലും വിശക്കുന്നമ്മ എന്ന് എന്നോട് പറയും. ഇന്നലത്തെ ദിവസമാണെങ്കിൽ കൊച്ചു നേരത്തെ കിടന്ന് ഉറങ്ങി. ഒരു പാത്രത്തിൽ ചോറുണ്ടായിരുന്നു, അതത്രയും ഞാൻ വാരി കഴിച്ച്. ഒന്നും കിട്ടിയില്ല. 1 മണി കഴിച്ച് വിശക്കുന്നമ്മ എന്തെങ്കിലും താമ്മ. കൊച്ചിനെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോ സകലം കഞ്ഞി കൊടുക്കാനായിട്ട് ആരുമില്ലല്ലോ. വിഷമിക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, അവനെ വിളി. ആരാ നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എന്റെ ഭർത്താവ്. അവനെ വിളി. അവനെ ഇന്ന് വിളിട്ട് ഞാൻ പൂളും. ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ നടക്കുന്ന ഏതവനാണെങ്കിലും അവനെ ഇന്ന് വിളിട്ട് പൂളും. ജഗതയുടെ ഭർത്താവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുരുഷൻ കടന്നു വരൂ. ഇതിനെ ഉളിയും കൊട്ടോടി. ഇതിന് വിജാഗിരി ഇളകിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒന്നും ശരിയാക്കി. ഞാനേ 15 പേരെ തട്ടിയ ബിജു എന്ന ആനയുടെ പാപ്പാനാ ഞാൻ. ചേട്ടായി ഇരിക്കുക. വെള്ളം വല്ലതും കുടിച്ചായിരുന്നോ? കുടിച്ചു. പുരുഷൻ നേരത്തെ അങ്ങ് വന്നു. അവിടെ ഇരിക്കൂ. അവിടുന്നോളാം. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇയാളാണ് പ്രശ്നക്കാരനെന്ന്? ഇവരെത്ത കൃത്യസമയത്താണ് ഇവിടെ എത്തിയത്. നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു? താമസിച്ചോ? ഇവിടെ ഓട്ടോറിക്ഷയ്ക്കാ വന്നേ. ഞാൻ ആനയുടെ പുറത്താ വന്നേ. താമസിക്കും. ആനയുടെ പുറത്താ വന്നേ? ആ. ആനക്ക് എന്നാ മൈലേജ് ഉണ്ട്? നടന്നു വരുവാണെങ്കിൽ 8, പിന്നെ ലോറിക്കാണെങ്കിൽ 70 കിട്ടും. ഇവരൊക്കെ എവിടെ കിടന്ന് ജഡ്ജാടാ. എന്നാ നെറ്റിക്ക് ഒരു പാട്? നെറ്റിക്ക് ഒരു പാട് കിടക്കുന്നത്? അത് എവിടെ മറ്റേ ആർച്ചയെ മുട്ടിയതാ. നിങ്ങൾക്ക് ആർച്ച് വന്നപ്പോ കുനിയാൻ മേലായിരുന്നു? ഞാൻ ആന കുനിയെന്ന് ഓർത്തു. ആന കുനിഞ്ഞില്ല. ഞാൻ നേരെ കയറി കൊടുത്തു. ഒറ്റ ഇടിയാൻ കിഴിച്ചിട്ട് ഇടപാട് തിരിഞ്ഞു പോയി. കണക്കായി പോയി. പണ്ടൊക്കെ പിന്നെ ഇരുന്ന് അതേ നീ മിണ്ടണ്ട. നീ സംസാരിക്കണ്ട കേട്ടോ. നമുക്ക് നോക്കാം. സംസാരിക്കണ്ട. മിസ്റ്റർ പുരുഷൻ. മിസ്റ്റർ പുരുഷനോ? പുരുഷന്റെ പ്രശ്നം എന്താ? ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മുതൽ പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നം? എന്റെ അമ്മയും ഇവള് ഒത്തു പോകത്തില്ല. നേരാണോ ജഗത? വെറുതെയാണ് മാഡം. ഞാനാണ് ഇങ്ങനെ അമ്മ കഴിഞ്ഞ മാസം ഗുരുവായൂർക്ക് കൊണ്ടുപോയത്. ഗുരുവായൂർ അവര് ഒന്നിച്ചാണ് പോയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് അവസാന പോക്കായിരുന്നു എന്റെ അമ്മയുടെ. അതനാ
ട്രെയിനാ പോയത്. ആ. എന്റെ അമ്മ കാല് തെറ്റി ട്രെയിനെ വീണപ്പോ ഇവള് രക്ഷിച്ചില്ല, അറിയാവോ? അത് മോശമായി പോയി ജഗത. സ്വന്തം അമ്മയാണെന്ന് കരുതി തന്നെ ആ ട്രെയിനിന്റെ ചെയിൻ വലിച്ചുകൂടായിരുന്നോ? അയ്യോ പച്ച കള്ളമാണ് മാഡം ഈ മനുഷ്യൻ പറയുന്നത്. ഞാൻ വലിച്ചു, ചെയിൻ വലിച്ചോ? ഞാൻ വലിച്ചു, ചെയിൻ വലിച്ചു. ദേ, അവര് ചെയിൻ വലിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ കള്ളത്തരം പറയുന്നു. എന്റെ അമ്മയുടെ കഴുത്തേ കിടന്ന 1.5 പവന്റെ ചെയിൻ വലിച്ചു പൊട്ടിച്ച് വളയും പ്രാന്തി. എന്റെ അമ്മ മൂക്കും കുത്തി വീണ ആള് പോയി. അല്ല ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഷ്ടം. ട്രെയിന് ചെയിൻ ഉണ്ടോ? ട്രെയിനില്ല, സൈക്കിളിന് ചെയ്യുന്നുണ്ട്. സൈക്കിളിനല്ലേ ചെയിൻ ഉണ്ട്, ട്രെയിന് ചെയിൻ ഉണ്ട്. ഒറ്റ പിടിക്ക് നിൽക്കണം, അതാ അതിന്റെ കണക്ക്. അപ്പൊ ആദ്യം ചെയിനില്ലെന്ന് പറഞ്ഞു. ബിജുവിനെ വിളിക്കണോ? അല്ല നിങ്ങൾ ബിജുവിനെ വിളിക്കുകയാണെങ്കിൽ ചെയിൻ ഉണ്ട്. ഉണ്ട്. കാര്യങ്ങളിലേക്ക് വാ. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. ബിജു എന്ത് വേണം? നമ്മുടെ അടുത്ത് ജഗത പറയൂ പറയൂ, എന്താണ് ഇപ്പോൾ പുരുഷനിൽ നിന്നും അനുഭവിക്കുന്ന മാനസിക പീഡനം, ശാരീരിക പീഡനം? മാഡം ചെല്ല്. ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് ഇയാൾ എന്നെ കാണാൻ വരുന്നത്. എനിക്കൊന്നും വാങ്ങി തരുന്നില്ല മാഡം ഇയാള്. നേരാണോ പുരുഷ ഇത്? ഇവര് നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ അവർക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ലേ? എന്ത് വർത്താനായി ഈ പെണ്ണുമ്പിള്ള പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച അന്ന് മുതൽ എല്ലാ സാധനവും ഞാൻ മേടിച്ചു കൊടുക്കണ. പച്ചക്കള്ളമാണ് മാഡം ഈ പറയുന്നത്, പച്ചക്കള്ളം. ഒന്നും വാങ്ങിച്ചു തരാറില്ല. ദൈവം ഒരു ശക്തി മോളിലുണ്ട്. പച്ചക്കള്ളം പറയുന്നത് എനിക്കൊന്നും വാങ്ങി തരാറില്ല മാഡം. ഒന്നും ഭക്ഷണം ഒന്നും വാങ്ങി തരാറില്ല. മരുന്ന് ഒന്നും ഒരു ഒരു വാങ്ങി തരാറില്ല. പല ദിവസങ്ങളിൽ ഞാൻ എന്റെ കൊച്ചും പട്ടിണിയാണ് അല്ല, മാഡം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിതം? അതെ അതെ അതെ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2 വർഷം ഞങ്ങൾ നല്ല സന്തോഷമായിട്ടാണ് സാറേ കഴിഞ്ഞിരുന്നത്. കല്യാണത്തിന് നിങ്ങൾക്ക് സ്നേഹമായിരുന്നുള്ള എന്തെങ്കിലും തെളിവ് തെളിവുണ്ട് സാറേ, ഞാൻ ഇവിടെ ഇയാള് നല്ല കൊണ്ടുവന്നിട്ടുണ്ട്. സ്നേഹമാണെന്ന്. ആ അതെ അതെ. ഇവർ ബോധിപ്പിച്ച ആ തെളിവൊന്ന് പ്ലേ ചെയ്യും. ഒന്ന് പ്ലേ ചെയ്യായിരുന്നു? ഒന്ന് കാണട്ടെ. വളരെ സ്നേഹമാണ്. ഇതിൽ എന്താണ് പുരുഷ പറയാനുള്ളത്? അവര് പറഞ്ഞതെല്ലാം അത്രേ സത്യമാണ്. അതിനുള്ള തെളിവുകളല്ലേ അത്? കറക്റ്റ് ആണല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ. എന്റെ മേഡം, ഞാൻ ഒരു കാര്യം പറയാം. ഇത് കല്യാണം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എടുത്ത ആൽബം ഇത്. അത് മനസ്സിലായോ? അപ്പൊ 2 വർഷം വരെ സ്നേഹമായിരുന്നെന്ന് അവര് അത് അവള് പറയണല്ലേ? അതെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എടുത്ത ആൽബം ഇത്. അന്ന് രാത്രി ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടായതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. എന്ത് പ്രശ്നം അത് പറയൂ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? പറ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താന്ന് പറയണോ? വേഗത പറയൂ, എന്താണ് പ്രശ്നം? പ്രശ്നം മദ്യപാനം. മദ്യപാനം, അതാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ ഇത്രയും ഈ ആനയുടെ പുറത്തൊക്കെ നടന്ന് ഇത്രയും വൈകുന്നേരം ഈ വൈകിട്ട് പിന്നെ കള്ളൂടെ കുടിച്ചിട്ട് വന്ന് ഇവരെ എടുത്തിട്ട് ഇടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ്. കുഞ്ഞുങ്ങളെ നോക്കാതെ മദ്യപാനം. അത് ഭയങ്കര തെറ്റാണത്. മദ്യപാന പ്രശ്നം. നിങ്ങൾക്ക് ഈ മദ്യപാനം നിർത്തിക്കൂടെ? എങ്ങനെ? നിങ്ങൾക്ക് ഈ മദ്യപാനം നിർത്തിക്കൂടെ? അത് അവളോട് പറ. അവളോട് പറയാൻ. അവക്ക് 2 വൈൻഡ് വേണം ഒരു ദിവസം. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. കഥനങ്ങളിൽ
ആദ്യ രാത്രിയില് പാലുമായിട്ട് വന്നിട്ട് ഇവിടെ എന്നോട് ചിയേഴ്സ്. മനസ്സിലാക്കണം, വൈകുന്നേരം വരെ നമുക്ക് 2 പൈന്റ് വേണം. ഇവരാണോ കുടിക്കുന്നത്? പിന്നെ അല്ലാതെ ആര്? ഞാൻ മദ്യപിക്കത്തില്ല. മദ്യപിക്കില്ല. ഞാൻ മദ്യപിക്കത്തില്ല. കള്ളപ്പം നിന്നാ 4 ദിവസം പൂസായി കിടന്നവരെ ഞാൻ മദ്യപിക്കുകയല്ല. ഇവരാണ് മദ്യപിക്കുന്നത്. നേരാണോ ജഗത ഈ കേൾക്കുന്നത്? അത് പിന്നെ മാഡം, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം വേണമെന്നല്ലേ എല്ലാരും പറയണത്. ഇപ്പൊ നമ്മൾ സ്ത്രീകൾ കാരണമല്ലേ പുരുഷന്മാര് കിടന്ന് മദ്യപിക്കുന്നത്. പുരുഷന്മാര് കാരണം നമ്മൾ സ്ത്രീകൾ മദ്യപിക്കണം. അതിനിപ്പോ കണ്ടോ, കുഴപ്പമില്ല. ന്യായങ്ങൾ പറഞ്ഞ കണ്ടോ, അവള് ന്യായങ്ങൾ പറഞ്ഞ കണ്ടോ. വീട് ഇവളുടെ ചുണ്ട് നോക്കണ്ടാവും കണ്ടോ? ശരിക്കും. ദേ, ഇവളുടെ ചുണ്ട് കണ്ടോ, ഉടക്കം പോലെ മുടങ്ങിയ പോലെ. അതന്നെ. വീടിവലി. വീടെന്ന് പറഞ്ഞ സ്വർഗലോകം പോലെ നോക്കേണ്ടതല്ലേ? ആ സ്വർഗലോക, നിങ്ങളൊന്ന് വരണം രാവിലെ എന്റെ വീട്ടിലേക്ക്. പുകയ്ക്കാത്തോടെ ഞാൻ നടക്കണേ. അതുപോലെ ഇവിടെ വീടി വെച്ചിരുന്ന പുക. മാഡം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവിനെ ഞാൻ ദൈവത്തിനെ പോലെ തന്നെയാ നോക്കുന്നത്. കണ്ടോ പുരുഷ, അപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്. ആണോ? ആ. ഇങ്ങോട്ടൊന്ന് പോയിക്കേ. എന്നാ ദൈവത്തിന്റെ ചെരവ വെച്ചടിച്ചതാ ആര്? ഈ പക്കത. ആ പക്ക. ഇതിപ്പോ ഒരു തീരുമാനത്തിലോട്ട് എത്തണം. എത്തണം, തീരുമാനത്തിലെത്തണം. ഇപ്പൊ ഒരു ഇടിയ ഈ ഒരു മദ്യപാനം മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം. അത് മാത്രമല്ല, അതൊന്നും എനിക്ക് അല്ല, ഞാൻ പറയട്ടെ, ഇവരെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇവരുടെ മദ്യപാന പുകവലിയും മാറ്റാം. അവിടെ വേറെ തീർക്കാനുള്ളതേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പുരുഷ. അതൊക്കെ തീർക്കാം. പിന്നെ? അതല്ല പ്രശ്നം. പിന്നെ നമുക്ക് വേറെ കണക്ഷൻ ഉണ്ട്. കേക്കണം, ഞാൻ രാത്രിയില് വല്ല കോപ്പിലൊക്കെ പണിയാൻ പോകും. കോപ്പിലോ? കോപ്പില് പണിയാൻ പോയി കഴിയുമ്പോ അവിടുന്ന് രാത്രി വിളിക്കും. ഞാൻ വിളിക്കുമ്പോ ക്യൂവിലാണെന്ന് പറയുക. ക്യൂവിലാണെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവളുടെ ക്യൂവിൽ ഞാൻ ഒന്നാമതാണോ അതോ ലാസ്റ്റ് ആണോ അതോ ക്യൂവിലില്ലേ? അത് കറക്റ്റ് പുരുഷ, അത് ലൈനിന്റെ പ്രശ്നമായിരിക്കും. ആ ലൈനിന്റെ പ്രശ്ന, ലൈനിന്റെ പ്രശ്ന. എന്തില്? ഇവക്ക് ഒരുത്തരുണ്ട് കൂടെ. ലൈനുണ്ട്. ലൈൻ അതുകൊണ്ടാ. അതായത് വേണം മാഡം, അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല കുടുംബ തറവാട്ടിൽ പറഞ്ഞാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് അനാവശ്യം പറയുന്നത്? ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട് മോളിൽ. ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട് ഇവളുടെ കൂടെ. നേരാണോ ജഗത? വെറുതെയാണ് മാഡം. എനിക്കിപ്പോ എന്റെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് തൊട്ടടുത്ത വീട്ടിലൊരു പയ്യൻ എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിൽ വാങ്ങിച്ചോണ്ട് വരും. അതുപോലെ അച്ചടക്കം തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മില്. അല്ല, ഈ ഓട്ടോക്കാരൻ വന്നിട്ടുണ്ടോ? ഓട്ടോക്കാരൻ അപ്പൊ അത് ഇപ്പൊ നിങ്ങളില്ലാത്ത സ്ഥാനത്ത് ഒരു പയ്യൻ, അടുത്ത വീട്ടിലെ പയ്യൻ ഒരു കുറച്ച് സാധനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു തെറ്റും ഇല്ല പുരുഷ. പുരുഷ തെറ്റില്ല. അവനെങ്ങ് വിളിക്ക്. ജഗത ഇപ്പൊ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? ഈ ഓട്ടോക്കാരനുണ്ടോ? ജഗതയുടെ കൂടെ വന്നിരിക്കുന്ന ആരോപണ വിധേയനായ ആ വ്യക്തി ഇങ്ങോട്ട് കടന്നു വരും. ആ പയ്യനെ വിളിക്കൂ. ചേട്ടാ നേരത്തെ തന്നെ എത്തിയോ? ഞാൻ വന്നതല്ല ഇവിടെ പ്രശ്നം. നീ ഇന്നലെ എന്റെ വീട്ടിൽ വന്നാ ഇവിടെ പ്രശ്നം നടന്നോണ്ടിരിക്കണേ. എന്നാടാ അകന്നിരിക്കണേ? എന്നാ എന്നെ അയിത്താണോ അകന്നിരിക്കണു? അത് പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് അടുക്കാൻ വേണ്ടി. ഇനി അവിടെ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ അറിയുന്നുണ്ട്, ശരിയാണോ അത്? അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ ചേച്ചി വിളിക്കുമ്പോൾ എന്തെങ്കിലും ഓട്ടത്തിനായിട്ട് പോകുന്നതാണ്. പിന്നെ ആ ചേട്ടൻ പറയുന്നത് വേറൊന്നുമല്ല. ആ ചേട്ടായി പറയുന്നത്, ഞാൻ ചേട്ടായിട്ട് നല്ല സ്നേഹത്തിലാണ്. ഞങ്ങൾ രണ്ടും കൂടി അന്ന് ലുലുമാളി പോയ കാര്യമാണോ ചേട്ടൻ പറയുന്നത്? ലുലുമാളി പോയത് എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് നമ്മളോട് പറഞ്ഞിട്ട് പോയത് ഇവർ രണ്ടും ഒറ്റയ്ക്ക് പോയി. പർച്ചേസിംഗ്. പിന്നെന്താ 2 ദിവസം ഊട്ടി പോയി നിന്നാ? 2 ദിവസം ഊട്ടി പോയി തിരിച്ചു വന്നു. ഒരു കേടുപാട് സംഭവിച്ചില്ലല്ലോ. ഞാൻ അതിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പിന്നെ മൈസൂർ പോയ കാര്യം ചേട്ടനോട് ഞാൻ പറഞ്ഞാണല്ലോ. ചേട്ടായിയോട് ഞാൻ പറഞ്ഞല്ലേ. മൈസൂർ പോയതൊക്കെ എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് നിങ്ങൾ രണ്ടും. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിന്? പിന്നെ എനിക്കൊരു 1500 രൂപ നഷ്ടമാണ്. എന്റെ ക്യാമറ പൊട്ടിച്ചവൻ. 1500. അതൊക്കെ വെറുതെ ആരോപണം. എനിക്ക് സെൽഫി എടുക്കാൻ പോലും അറിയത്തില്ല. പിന്നെ ക്യാമറ പോലും ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ പൊട്ടി ഞാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ക്യാമറ പൊട്ടിച്ചതിന് ഉണ്ട്, ഞാൻ തെളിവോടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ? ആ, ഈ പുരുഷൻ ഇവിടെ സമർപ്പിച്ച വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യും. എന്റെ CC ക്യാമറ പൊട്ടിച്ചോ? ആ പുള്ളിയാ. ഇവനാ ഷർട്ട് കണ്ടോ? ഷർട്ട് കറക്റ്റാ. നിങ്ങളുടെ വീടാണോ? ആ എന്റെ വീടാ.
എന്റെ ക്യാമറ പൊട്ടി. എടാ, ഇതല്ലെന്ന് ഇയാൾക്ക് പറയാൻ പറ്റുമോ? ഇയാളല്ലെന്ന് പറയാൻ ഇയാള് പറ്റുമോ? തന്നെയല്ലേ? അത് വേറെ കാര്യം. ഞങ്ങള് പൊട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അതെ അതെ. ഞാനത് വേറെ കാര്യത്തിന് വേണ്ടി എന്ത് പോയതാണ്. കാര്യം? എന്ത് കാര്യത്തിനാ ഈ രാത്രി 12 മണിക്കൊക്കെ അവിടെ ചെല്ലുന്നത്? പച്ചപ്പാതിരാത്രിക്ക് എന്തിനു നിങ്ങൾ പോയി അവിടെ? അത് ഈ ചേട്ടായിയുടെ ആന കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ആന ചേട്ടായിക്ക് ഒരു ആനയുണ്ട്, അത് കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് വിൽക്കാനോ? ആ അത് മോശം. അതിന് വില ചോദിക്കാനായിട്ട് പോയത്. വില ചോദിക്കാൻ പോയി. ഓ, ഇയാൾ ആനയ്ക്ക് വില പറയാൻ വന്നതാണ് പുരുഷൻ. ഇവനോ? ആ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇവന്റെ ഒരു സാധന അഴയിൽ ക്ലിപ്പ് തൂക്കിയിട്ടിട്ടുണ്ട്, 75 തുളയാ അതിന്. അങ്ങനെയുള്ള ഒരുത്തരാണ് ഈ ആനയെ മേടിക്കാൻ വന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിൽ നിന്ന് ആൾക്കാർ വന്നു. നിപ്പ വരുത്തുന്ന ജീവിയാന്ന് പറഞ്ഞ് കോല കുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ കേസ് വേറെ. അപ്പോ ഇതിനൊരു തീരുമാനം കണ്ടെത്തുക. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. എന്താണ് ജഗതയുടെ അഭിപ്രായം, തീരുമാനം ഒന്ന് പറയും. എനിക്കിപ്പോ ഒറ്റ തീരുമാനമേ ഉള്ളൂ മാഡം. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞുമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി, ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ എങ്ങോട്ടെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മാസം ഒരു 3000 രൂപ വെച്ച് എനിക്ക് തരണം. അതൊരു ന്യായമായ കാര്യമാണ്. ന്യായമായ കാര്യമാണ്. നല്ലൊരു നിങ്ങളൊന്നും തീരുമാനമാണ്. ജീവിക്കണ്ട, അവര് കൊച്ചു കുഞ്ഞായിട്ട് ജീവിച്ചോട്ടെ. എൻ്റെ കൊച്ചു കുഞ്ഞുമായിട്ടും പോകും. നടക്കുകയല്ല, അതെന്താ നടക്കാത്തത്? നടക്കത്തില്ല. പൈസ നീ കൊടുക്കണം. പൈസ ഞാൻ കൊടുക്കത്തില്ല. പൈസ കൊടുക്കണം. പിന്നെ ഈ കുറെ തീരുമാനം നേരമായിട്ടോ നമുക്ക് ഇല്ല, ഉറപ്പിച്ചല്ലേ പൈസ സാറേ? കൊടുക്കുന്ന പരിപാടി ഇല്ലാതെ നടക്കുകയല്ല. ഇത് ഉറപ്പിക്കാം. നടക്കുകയല്ല. കാര്യം 3000 രൂപ നിങ്ങൾ കൊടുക്കണം. അവരവരുടെ കൊച്ചു കുഞ്ഞുമായിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ഏയ് പുരുഷ, ശല്യം ഞാനാണ്. അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് ശല്യം, നിങ്ങൾ അല്ല അവർക്ക് ശല്യം. മേഡം, ഞാൻ പറഞ്ഞ കേക്ക്. അല്ല, അത് മതി. ആ ഒന്നിച്ച് തീരുമാനത്തിൽ അങ്ങ് ജീവിക്കാൻ ഉറപ്പിക്കാല്ലേ വയ്യാത്തവർക്ക് സാറേ? രണ്ടായിട്ട് ജീവിക്കാം. നിങ്ങൾ ആ പൈസയും കൊടുത്താൽ മതി. അതെന്തൊരു പൈസ കൊടുത്ത് ഞാൻ ഒന്ന് ജീവിച്ചോളാം. അവള് അവര് പറഞ്ഞില്ല, അവര് കൊച്ചു കുഞ്ഞായിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പറയല്ലോ. നീ സമ്മതിക്കാൻ പറ്റുമോ? അല്ല, സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പേപ്പർ ശരിയാക്കണം. നിങ്ങൾ ആ പേപ്പർ ശരിയാക്കണം. പേപ്പർ ശരിയാക്കണം. അല്ല, ഒപ്പിടാൻ പറ്റില്ല. ഒപ്പിടണം. ഒപ്പിടണം, 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 ഒപ്പിടണം. എടാ, ഈ ഒന്നും പറയണ്ട, എല്ലാ മാസവും കൃത്യമായിട്ട് 3000 രൂപ വെച്ച് ഇവർക്ക് കൊടുത്തേ പറ്റും. കൊടുത്തേ പറ്റുള്ളൂ. ആ. എടുക്കാനോ? ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇപ്പോഴും അവര് പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞിന്റെ കൂടെ അവർ ജീവിച്ചോളാന്ന് അവർ പറയുന്നത്. എന്റെ കൊച്ചു കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്നല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന മുതലുള്ളോ അവന്റെ വേറെ കൊച്ചു കുഞ്ഞ്.